വാർദ്ധക്യത്തിൽ അത്രയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ. എന്നാൽ സംരക്ഷിക്കേണ്ടവർ തന്നെ ജീവനെടുക്കുന്ന ഒരുപാട് വാർത്തകൾ നമുക്ക് ചുറ്റും നടക്കുന്നുമുണ്ട്. ഉത്തർപ്രദേശിൽ വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ 28-കാരൻ അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് എന്ന ജില്ലയിലാണ് മകൻ അമ്മയെ അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പിതാവിനെ കോടാലി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി ചൈലു വർമ്മ എന്ന 28-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 7:30ഓടെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. കുറച്ചു കാലമായി തന്നെ ഇവരുടെ വീട്ടിൽ പല കാര്യങ്ങളെ ചൊല്ലി തർക്കങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഒപ്പം താൻ ആഗ്രഹിച്ച വിവാഹം കൂടി വീട്ടിൽ സമ്മതിക്കാതെ വന്നതോടെയായിരുന്നു ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യുന്നതിലേക്ക് ചൈലു വർമ്മ എത്തിയത്. കുറച്ചു നാളുകളായി തന്നെ അമ്മ പാകം ചെയ്തു നൽകുന്ന ഭക്ഷണത്തെ ചൊല്ലിയും വൃത്തിയെ ചൊല്ലിയുമൊക്കെ ഇയാൾ അമ്മയുമായി വഴക്കിടാറുണ്ടായിരുന്നുവെന്നാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പിതാവ് പോലീസിനോട് വ്യക്തമാക്കിയത്. അമ്മയുണ്ടാക്കി നൽകുന്ന ഭക്ഷണം രുചികരമല്ലെന്നും ചിലപ്പോഴൊക്കെ അമ്മ അയാൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ മാലിന്യം കലർത്തിയെന്നൊക്കെ പറഞ്ഞായിരുന്നു അമ്മയുമായി ഈ ചൈലു വർമ്മ വഴക്കുണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം വിവാഹ ആവശ്യം കൂടി വീട്ടിൽ അവതരിപ്പിച്ചതോടെ വിഷയം കൂടുതൽ വഷളാവുകയായിരുന്നു. ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ചൈലുവിന്റെ ആവശ്യം. എന്നാൽ അയാളുടെ മോശം സ്വഭാവങ്ങൾ കാരണം ഈ വിവാഹം നടക്കുന്നതിനോട് കുടുംബം ഒട്ടും അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചു. അത് അമ്മയും മകനും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകാൻ കാരണമായി. പിന്നാലെ തന്നെ കോടാലി ഉപയോഗിച്ച് പലതവണ ആക്രമിച്ച് അവനവരെ കൊലപ്പെടുത്തുകയായിരുന്നു. അമ്മ കന്യാദേവി എന്ന 55-കാരിയാണ് കൊല്ലപ്പെട്ടത്. ശക്തമായ ആക്രമണമായതുകൊണ്ട് തന്നെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അവർ മരിച്ചു. തുടർന്ന് പിതാവ് 60-കാരനായ ഭഗവാണ്ടിൽ വർമ്മയെയും പ്രതി ഇതേ കോടാലി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. मामला है साहब, घरे चाय बनाई मलकिन हमारे अपने बाप का वही घर से ये नहीं के घरे चाय दे आई और वहाँ वही घर से निकला साहब, इधर से चाय पियाए जात रहे वही रास्ता में मार दी साहब। खाना भी बात साहब यही कुछ रहा कि खाना कात रहा कि ढंग से नाई बनाया हुआ है, खाना बनाओ थी तो लेटरिन डाल देती तो कार डाल देती हो, फर्ज खाना नाई बनाते साहब, यही से कुल करते मामला बहुत. സംഭവത്തിൽ ഇവരുടെ ബന്ധു നൽകിയ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. വീട്ടിൽ നിന്ന് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിൽ ഈ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തുമ്പോഴേക്ക് അമ്മ കന്യാദേവി കൊല്ലപ്പെടുകയും പിതാവ് ക്രൂരമായ ആക്രമണമേറ്റ് അവശ നിലയിലുമായിരുന്നു. കന്യാദേവിയുടെ ഭർത്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആക്രമണത്തിന് ഉപയോഗിച്ച കോടാലിയും കണ്ടെടുത്തതായി പോലീസ് വ്യക്തമാക്കുന്നു. जल्दी दूरगास थाना विशेषगंज की टीम को एक सूचना प्राप्त हुई कि ग्राम मुरैना में एक महिला नाम कन्या देवी पत्नी भगवान दिन वर्मा उम्र करीब 55 वर्ष की कुल्हाड़ी मारकर हत्या कर दी गई है। इस सूचना पर तत्काल थानाध्यक्ष विशेषगंज अपनी टीम के साथ एफएसएल टीम तथा उच्चाधिकारीगण मौके पर पहुंचे। मौके का निरीक्षण किया गया तथा परिवारजनों एवं आस पड़ोस के लोगों से पूछताछ करने पर यह ज्ञात हुआ कि भगवान दिन वर्मा के पुत्र चैलू वर्मा उम्र करीब 28 वर्ष ने अपनी मां की कुल्हाड़ी मारकर हत्या कर दी गई है। इस संबंध में मृतका के पति द्वारा लिखित तहरीर प्राप्त हुई है। इस लिखित तहरीर पर सुसंगत धाराओं में अभियुक्त पंजीकृत कर अभियुक्त को गिरफ्तार कर लिया गया है। हालांकि कल बरामद कर लिया गया है। शव का पंचायतनामा भरकर पीएम के लिए जिला अस्पताल बहराइच भेज दिया गया है। अग्रिम विधिक कार्रवाई प्रचलित है। मौके पर शांति व्यवस्था कायम है। മാതാപിതാക്കൾക്കെതിരെയുള്ള ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ദിനംപ്രതി നമുക്ക് ചുറ്റും ആവർത്തിക്കുകയാണ്. കുടുംബ പ്രശ്നത്തെയും സ്വത്ത് തർക്കത്തെയും ഒക്കെ തുടർന്ന് മക്കൾ ചേർന്ന് അച്ഛനെയും അമ്മയും ക്രൂരമായി കൊന്നുവെന്ന വാർത്ത കുറച്ചു ദിവസം മുൻപാണ് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ പുറത്തു വന്നത്. ഇത്തരം നടക്കുന്ന സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.